ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ട്. എന്തിനേറെ പറയുന്നു, ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന മനുഷ്യ സൃഷ്ടി. ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയെ പോലും അത് നിയന്ത്രിക്കുന്നു. അതുതന്നെയാണ് ചൈനയുടെ എക്കാലത്തെയും എഞ്ചിനീയറിംഗ് വിസ്മയമായ ത്രീ ഗോർജസ് ഡാം എന്ന് പറയുന്നത്. ചൈനയുടെ ആധുനിക എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ പ്രതീകം കൂടിയാണ് യാങ്സി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാം, ഈ ഭീമൻ അണക്കെട്ട്. എന്നാൽ ഇന്ന് ഈ അണക്കെട്ടാകട്ടെ ലോകത്തിന് മുഴുവൻ ഭീഷണിയായി വലിയൊരു ഭീതി ഉയർത്തി തന്നെയാണ് നിലകൊള്ളുന്നത്. ലക്ഷത്തിലധികം ആളുകൾ മരണപ്പെടാൻ സാധ്യതയുള്ള, നാടും നഗരവുമൊക്കെ മുങ്ങിപ്പോകാൻ കഴിയുന്ന രീതിയിൽ, മറ്റു രാജ്യങ്ങളെ പോലും അത് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ഒരു വലിയ വിപത്ത് കാത്തിരിക്കുന്നു. അങ്ങനെ ത്രീ ഗോർജസ് ഡാമിനെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളാണ് ഈ ആശങ്ക ഉയർത്തുന്നത്. വലിപ്പം കൊണ്ടും ശേഷി കൊണ്ടും കരുത്തുകൊണ്ടുമൊക്കെ ലോകത്തിലെ ഒന്നാം നിരയിലാണ് ത്രീ ഗോർജസ്. എല്ലാ കാലത്തെയും പോലെ തന്നെ വിവാദങ്ങൾ ഇപ്പോഴും ഈ ഭീമൻ അണക്കെട്ടിനെ വിട്ടൊഴിയുന്നില്ല. ത്രീ ഗോർജസിന് സമീപത്തുണ്ടായ ഒരു പ്രകൃതി പ്രതിഭാസമാണ് ഇപ്പോൾ വാർത്തയിൽ വീണ്ടും ഇടം നേടാൻ കാരണമായിരിക്കുന്നത്. കാരണം അണക്കെട്ടിന് തൊട്ടടുത്തുണ്ടായ മലയിടിച്ചിലും ഡാമിന്റെ പരിസര പ്രദേശങ്ങളുടെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകളുടെ ആക്കം കൂട്ടിയിരിക്കുന്നു. കേവലം സെക്കൻഡുകൾ കൊണ്ട് ടൺ കണക്കിന് പാറക്കെട്ടുകളാണ് മലഞ്ചെരുവിലൂടെ താഴേക്ക് പതിച്ചത്. ഒരുപക്ഷെ ജനവാസ കേന്ദ്രമായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടേനെ. അപ്രതീക്ഷിതമായി എന്തുകൊണ്ടൊരു മലയിടിച്ചിൽ അവിടെ സംഭവിച്ചു? മനുഷ്യന്റെ പ്രകൃതിക്കിടയിലുള്ള ഈ ഇടപെടൽ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള മനുഷ്യ നിർമ്മിതികൾ, ഇത് തന്നെയാണ് ഈ മലയിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെ തന്നെ കാരണമായിട്ടുള്ളത്. ഡാമിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു റോഡ് പൂർണ്ണമായും തന്നെ ഇല്ലാതായിരിക്കുന്നു. കനത്ത പാറക്കൂട്ടങ്ങൾ വന്ന് വീണതോടെ യാങ്സി നദിയിൽ ഉടനീളം അതിന്റെ ആഘാതം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുത്തിയുലച്ച് പാഞ്ഞെടുക്കുന്ന ആ വെള്ളക്കെട്ട് അത് തന്നെയാണ് ഭീതി നിലവിൽ ദൃശ്യമാക്കിയത്. മനുഷ്യന്റെ അഭിലാഷങ്ങൾക്കും പ്രകൃതിക്കും ഇടയിലുള്ള സന്തുലിതാവസ്ഥ അത് അനിശ്ചിതത്തിലാകുന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയായി തന്നെ ഇതിനെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാധ്യമ റിപ്പോർട്ടുകളും അത്തരത്തിൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡാമിന് തൊട്ടടുത്തുള്ള മേഖലകളൊക്കെ അപകടാവസ്ഥയിലായി നിൽക്കുന്നു. ഡാമിന് സമീപത്തുള്ള മലഞ്ചെരുവുകൾ ഇങ്ങനെ ഇടിയുകയാണെങ്കിൽ ഡാമിന്റെ സുരക്ഷ ഇനി എത്രത്തോളം എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവരെയും അലട്ടുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നെങ്കിൽ പോലും അതിന്റെ ആധികാരികതയെ ചൊല്ലി വലിയ തോതിൽ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ നിന്നും ഇങ്ങനെ ഒരു ചിത്രം ഒരു കാരണവശാലും ചൈനയ്ക്ക് പുറത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകില്ല. ദൃശ്യങ്ങൾ എന്ന് പകർത്തിയെന്നോ ഇതിന്റെ ഉറവിടം എവിടെയാണെന്നോ ഒന്നും തന്നെ സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. പാരിസ്ഥിതിക തകർച്ച, ദശലക്ഷക്കണക്കിന് ആളുകളുടെ കുടിയിറക്കം, ഭൂമിശാസ്ത്രപരമായ അസ്ഥിരതയെക്കുറിച്ചുള്ള നിരന്തരമായ മുന്നറിയിപ്പുകൾ എന്നിവ എപ്പോഴും ത്രീ ഗോർജസ് ഡാമിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ഈ മലയിടിച്ചിൽ അത് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനയായി തന്നെയാണ് ഏവരും നോക്കി കാണേണ്ടത്. അതിനായി തയ്യാറായിക്കോളൂ എന്നുള്ള വ്യാഖ്യാനങ്ങൾ അടക്കം നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും ചൈന ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, മഹാമാരികളായിക്കോട്ടെ, ചൈനയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഈ ഇടപെടലുകൾ, അനാവശ്യമായിട്ടുള്ള നിർമ്മിതികൾ, ഇതൊക്കെ തന്നെ ലോകത്തിനെ വലിയ തോതിൽ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ത്രീ ഗോർജസെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇത് ആദ്യമായിട്ടല്ല. അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള മണ്ണിടിച്ചിലും അസാധാരണമല്ല. കുത്തനെയുള്ള ഭൂപ്രകൃതിയും എല്ലാ വർഷവുമുള്ള കനത്ത മഴയും ഭൂചലനവും ഒക്കെ തന്നെ ഈ മേഖലയെ ഏറെ ഗുരുതരമാക്കുകയാണ്. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന മലയിടിച്ചിലിന്റെ വ്യാപ്തി അതാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത്. എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് പോലെ അല്ല, മറിച്ച് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഏറെ മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഡാമിന്റെ ജലസംഭരണിയിലെ സമ്മർദ്ദത്തിനെയും ജലത്തിന്റെ നീരൊഴുക്കിനെയും ഒക്കെ തന്നെ ഇത് ബാധിച്ചേക്കാം. ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. ഡാമിന്റെ കരുത്ത് അത് ശോഷിച്ചു പോയേക്കാം. അങ്ങനെയെങ്കിൽ എന്താകും സംഭവിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഏറെക്കാലമായി ഗവേഷകർ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. ഉറപ്പായും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെ നാം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ചൈനീസ് ഗവേഷകരടക്കം പറഞ്ഞിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഇതിന് കൂടുതൽ ആക്കം കൂട്ടുന്നുണ്ട്. അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ശേഷം ചുറ്റുമുള്ള മേഖലകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ, ഉരുൾപൊട്ടലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അണക്കെട്ടിനോട് ചേർത്ത് തന്നെ ഇത്രയധികം മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഉണ്ടാകുമ്പോൾ ഡാമിന്റെ ദീർഘകാല സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരുകയാണ്. ഈ ഡാം ജനസുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുന്നുവെന്ന് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അണക്കെട്ടിന് താഴെ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ, അവരൊക്കെ തന്നെ മരണപ്പെടുമെന്നുള്ള ഭീതിയാണ് ഇതിന് തൊട്ടു പിന്നാലെ പുറത്തു വരുന്നത്.
യാങ്സി നദിയിലേക്കുള്ള മണ്ണിടിച്ചിൽ ഈ ഡാമിന് ഭീഷണിയാകുന്നതിനോടൊപ്പം തന്നെ നദീതീരങ്ങളെയും ഏറെ അസ്ഥിരപ്പെടുത്തും. നദിയിലെ കുത്തൊഴുക്ക് വർദ്ധിക്കാൻ സാധ്യത വരുന്നു. എഞ്ചിനീയറിംഗ് അത്ഭുതമെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നെങ്കിൽ പോലും മനുഷ്യന് ഭീഷണിയായി, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയായി ഇത്തരത്തിൽ മാറുമ്പോൾ അത് ചൈന നൽകിയ ഏറ്റവും വലിയ ശാപം തന്നെയാണ്. അത് ഈ ഭൂമിയോട് ചെയ്ത ഏറ്റവും വലിയ ചതി കൂടിയാണിത്. ലോകത്തിന് തന്നെയാണ് ഇത് ഭീഷണിയായി മാറുന്നത്. എന്തായിരുന്നാലും ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ അത് വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. വൻകിട ജലവൈദ്യുത പദ്ധതികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഉയരുകയാണ്. ഇനി ത്രീ ഗോർജസ് ഡാം എന്തെന്നുള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ, ചൈനയിലെ ഹ്യൂബ പ്രവിശ്യയിലെ യാങ്സി നദിയിലാണ് ഈ കൂറ്റൻ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ട് കൂടിയാണിത്. ഒരു ജലവൈദ്യുത പദ്ധതി എന്നതിലുപരി ചൈനയുടെ ആധുനിക എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ പ്രതീകമായി ഇത് ഇന്നും നിലകൊള്ളുന്നുണ്ട്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നതായിരുന്നു അണക്കെട്ട് കൊണ്ട് ചൈന ആദ്യം ലക്ഷ്യമിട്ടത്. പതിറ്റാണ്ടുകൾ എടുത്താണ് ഇതിന്റെ നിർമ്മാണം തന്നെ പൂർത്തീകരിച്ചത്. സ്ഥാപിത ശേഷിയുടെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വൈദ്യുത നിലയമായി ഇന്നത് നിലകൊള്ളുന്നുണ്ട്. എന്നാൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഇതിനേക്കാൾ വലിയൊരു അണക്കെട്ട് നിർമ്മിക്കാൻ തന്നെയാണ് ചൈന നിലവിൽ ലക്ഷ്യമിടുന്നത് എന്നുള്ള വാർത്തകൾ നമുക്ക് ഈ അടുത്തായി കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 175 മീറ്റർ ഉയരത്തിലാണ് ഈ അണക്കെട്ടിൽ വെള്ളം സംഭരിച്ചിരിക്കുന്നത്. ഇതിന് 39 ലക്ഷം കോടി കിലോഗ്രാം ഭാരമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശ അനുമാനമെന്ന രീതിയിൽ പറയുന്നത്. സമുദ്രനിരപ്പിന് മുകളിലുള്ള വെള്ളത്തിന്റെ ഭാരം ഭൂമിയുടെ ജഡത്വം വർദ്ധിപ്പിക്കുന്നു. അത് തന്നെയാണ് ഭ്രമണ വേഗം കുറയാൻ തന്നെ കാരണമായി മാറിയിരിക്കുന്നത്. ഇത്രയധികം വെള്ളത്തെ സമുദ്രനിരപ്പിന് മുകളിൽ കെട്ടി നിർത്തുന്നത് കൊണ്ടാണ്, അതായത് 40 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഇത്തരത്തിൽ ഡാമിൽ സംഭരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയുടെ കറക്കത്തെ പോലും ഇത് സ്വാധീനിക്കുന്നത്. എഞ്ചിനീയറിംഗ് അത്ഭുതമെന്ന് പറയുമ്പോൾ ഡാമിനെ വിമർശിക്കുന്ന നിരവധി ആളുകളുണ്ട്. കാരണം ചൈനീസ് പദ്ധതികൾ പലപ്പോഴും പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നുണ്ട്, പരിസ്ഥിതിയെ അവഗണിച്ച് കളയുന്നു എന്നുള്ള വിമർശനം ശക്തമാണ്. അതിന് ഉദാഹരണം കൂടി തന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയവും. ആ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രകൃതിയിൽ ആധിപത്യം സ്ഥാപിച്ച് നിലനിൽക്കരുത് എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് പ്രധാനമായി പറയുന്നത്. അതായത് പ്രകൃതിയുമായി ഇടപഴകി പൊരുത്തപ്പെട്ടുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തേണ്ടത്. അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടതോടെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗം 0.06 മൈക്രോ സെക്കൻഡ് കുറഞ്ഞുവെന്നാണ് നാസ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് വലിയ ചർച്ചാ വിഷയമായി അന്ന് മാറിയിരുന്നു. ദിവസങ്ങളുടെ ദൈർഘ്യം പോലും ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളും ചന്ദ്രന്റെ സ്വാധീനവും ഒക്കെ കാരണം ഭൂമിയുടെ ഭ്രമണം ഇടയ്ക്കിടയ്ക്ക് വ്യത്യാസപ്പെടുന്നുവെന്ന് നാസയിലെ ശാസ്ത്രജ്ഞർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലമാണ് കടലിലെ തിരകളെ പോലും സ്വാധീനിക്കുന്നത്. ഹൈറ്റൈഡും ലോ ടൈഡുമായി നമ്മൾ കണ്ടിട്ടുള്ളത്. വേലിയേറ്റവും വേലിയിറക്കവും അതിന് ഉദാഹരണമായി പറയാവുന്നതാണ്. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുമ്പോൾ ഗുരുത്വാകർഷണ വലിവ് മൂലം തിരകളുടെ കടൽ ജലത്തിന്റെയും ദിശ അത് മാറിപ്പോകും. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രതിഭാസത്തെ ബ്രേക്കിംഗ് ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അത് ഭൂമിയുടെ കറക്കത്തിന്റെ വേഗതയെ തന്നെ സ്വാധീനിക്കുന്നു, അത് കുറയ്ക്കുന്നു. ഭൂമിയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ 1.7 മില്ലി സെക്കൻഡ് വരെ കൂട്ടിച്ചേർക്കപ്പെടുന്നതിലേക്ക് ഈ പ്രതിഭാസം നയിക്കുമെന്നാണ് ശാസ്ത്രലോകം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നാസ വ്യക്തമായി തന്നെ അത് എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ പ്രകൃതിദത്തമായ മറ്റ് കാരണങ്ങളാൽ മറ്റു സ്വാധീനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനീസ് അണക്കെട്ട് ഉണ്ടാക്കുന്നത് അത്ര പ്രാധാന്യമുള്ള മാറ്റമല്ല എന്ന് നാസയിലെ ഒരു ഭാഗം ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.